സിനിമകൾ പോലെ തന്നെ ഈ വർഷം ഒരുപാട് നല്ല സീരീസുകൾ പുറത്തിറങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 2024 പുറത്തിറങ്ങിയ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീരീസുകളെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോ. അതിൽ ആദ്യം നിൽക്കുക ഷോഗൺ. ഇത് കഴിഞ്ഞിട്ടാണ് വേറെ ഏത് സീരീസും ഈ ഒരു വർഷത്തെ റാങ്കിങ് ലിസ്റ്റിൽ വരുള്ളൂ എന്ന് പറയും. കാരണം ഒരു കിഡിലൻ സാധനം, ഒരു മാസ്റ്റർ പീസ്, ഒറ്റ വാക്കിൽ അതേ പറയാനുള്ള ഒരു 10 out of 10 കൊടുക്കാൻ പറ്റുന്നൊരു സാധനം. കാരണം അമ്മ ഒരു കിഡിലൻ ലൈറ്റാണ്. ഇത് ചിലപ്പോൾ കുറേ പേർക്ക് സ്ലോ പേസ് ആണ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഞാനിത് വീക്കിലായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്, ഒറ്റയടിക്ക് ബിഞ്ച് വാച്ച് ചെയ്തിട്ടല്ല. സോ വീക്ക്ലി ഈ ക്യാരക്ടേഴ്സിൽ അത്ര ഇൻവെസ്റ്റഡ് ആയിട്ട് ഇവർ എന്താണ് അടുത്ത് ചെയ്യാൻ പോകണമെന്നുള്ള ആ ഒരു മോഡുണ്ടല്ലോ, നമുക്ക് ആ ഒരു വേൾഡിനെ ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ജപ്പാൻ്റെ ആ ഒരു റിച്ച് ഹിസ്റ്ററി വെച്ചിട്ടുള്ള ആ ഒരു ഡീറ്റെയിലിങ്ങും അതൊക്കെയാണ് ഈ സീരീസിൻ്റെ ഏറ്റവും ഹൈലൈറ്റ്. സോ വെറുതെ ജസ്റ്റ് ഒരു ആക്ഷൻ ബാക്ക്ഡ് സാധനം എന്നല്ല, ഒരു ഡ്രാമയാണ്. പക്ഷേ വെറുതെ ഒരു ഡ്രാമ കാണുക എന്നൊരു രീതിയിലല്ല, ക്യാരക്ടേഴ്സിൽ മാത്രമല്ല ആ ക്യാരക്ടേഴ്സിൽ നിൽക്കുന്ന സ്ഥലവും അവരായിരിക്കുന്ന ആ ഒരു ഇടവും ഒക്കെ തന്നെ നമ്മളൊക്കെ തന്നെ അങ്ങോട്ട് ട്രാൻസ്ഫോം ചെയ്യുന്ന രീതിയിലുള്ളൊരു സീരീസ്. അതുകൊണ്ട് തന്നെ ഷോഗൺ ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് സീരീസ് ഓഫ് 2024. അതിൽ ഏറ്റവും മികച്ചതെന്ന് തോന്നുമ്പോൾ ആദ്യം ഓർമ്മ വരിക ഷോഗണാണ്. വേറൊന്ന് ബേബി റെയിൻഡിയർ. ഇത് നമ്മുടെ നെറ്റ്ഫ്ലിക്സിൻ്റെ ഒറിജിനൽ അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് ഒറിജിനലായിട്ട് പുറത്തിറങ്ങിയ സീരീസാണ്. ഇതും ഒരു വേറെ ലെവൽ സാധനമാണ്. ഒരു ബയോപിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള, ഇതൊരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള സാധനമാണ്. ഒരു ലേഡി സ്റ്റോക്കർ എന്ന് പറയും. സോ ഒരു ചെറുപ്പക്കാരനായ ഒരു ഡ്രാമ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഒരാളെ ഒരു ലേഡി സ്റ്റോക്കർ ഇങ്ങനെ പുറകെ പിന്തുടർന്നു നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. സോ ആളുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ ഭയങ്കരധികം ടച്ചിങ് ആയിട്ടുള്ള ആ ഒരു ക്യാരക്ടറിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഭയങ്കരധികം ഇമോഷണലി അഫക്റ്റ് ചെയ്യുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. നല്ല കിഡിലിനായിട്ട് ഒരു മേക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എഡിറ്റിംഗ് പാറ്റേണൊക്കെ കൊണ്ട് നന്നായിട്ട് മെമ്മറബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു കിഡിലൻ സീരീസ് ആയിരുന്നു നെറ്റ്ഫ്ലിക്സിൻ്റെ ബേബി റെയിൻഡിയർ. ദെൻ നെറ്റ്ഫ്ലിക്സിന് തന്നെ ആർക്കൈൻ്റെ സീസൺ 2, ഇതിൻ്റെ ഫൈനൽ സീസൺ. ആകെ 2 സീസൺ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ. ആക്ച്വലി കുറേ പേരൊക്കെ കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട് ഇത് സീസൺ 2 റഷ്ഡ് ആക്കി, ഇനി അവർക്ക് വേറെ കുറേ സീസണിലേക്കൊക്കെ കൊണ്ടുവരുന്നുള്ളത്. പക്ഷേ ആ ഒരു എനിക്ക് പേഴ്സണലി ഭയങ്കര അധികം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു സീരീസാണ്. ഭയങ്കര അധികം ഒരു ഹൈ മൊമെൻറ്റ് തരുന്നൊരു സാധനം. ഇങ്ങനെ ഗൂസ് ബംസ് എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, ഒരു സാധനം, ഒരു ആനിമേറ്റഡ് സാധനം വെച്ച് ഇത്രയും കിട്ടണമെങ്കിൽ ചില നേരത്തൊക്കെ നമ്മളിങ്ങനെ രോമത്തിന് എണ്ണീറ്റിക്കും. ആ ലെവലിലുള്ള കിഡിലും ആനിമേഷനും കിഡിലും ക്യാരക്ടേഴ്സിനും വെച്ച് ഈ ക്യാരക്ടേഴ്സ് ഒന്നും തന്നെ മറക്കില്ല. ഇനിയിപ്പോൾ സ്പിൻ ഓഫും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വരാതിരിക്കുന്നുണ്ട്. സോ എപ്പോഴും ആ ഒരു ക്യാരക്ടേഴ്സ് നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ട്. സോ ആ രീതിക്ക് രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ട് പോയിട്ടുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് ഷോസിലെ വൺ ഓഫ് ദി ബെസ്റ്റ് സീസൺസിലൊന്നായിരുന്നു ആർക്കൈൻ്റെ സീസൺ 2. നെറ്റ്ഫ്ലിക്സിലുണ്ട്, തീർച്ചയായിട്ടും കണ്ടുവെക്കുക. ആനിമേഷൻ ആണെന്ന് പറഞ്ഞ് കാണാതിരിക്കരുത്. പിന്നെയും ഞാനിത് എത്ര വട്ടം റിപ്പീറ്റ് ചെയ്തതെന്ന് എനിക്ക് തന്നെ ഒരു ഓർമ്മയില്ല. അത്ര കിടിലസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നത്. മിസ്സാക്കാതെ കണ്ടുപോകും. ദെൻ നെറ്റ്ഫ്ലിക്സിൽ തന്നെയുള്ള ഡണ്ടഡൻ എന്ന് പറഞ്ഞൊരു ആനിമി ഉണ്ട്. മറ്റേതൊരു ആനിമേറ്റഡ് സീരീസാണ്, ആനിമി ആയിരുന്നത്. ഇതൊരു പക്ക ആനിമിയാണ്. ഇതിൻ്റെ മാങ്ക ഞാൻ വായിച്ചിട്ടുണ്ട്. കുറച്ച് വിയേർഡ് ആയിട്ടുള്ളൊരു സാധനമാണ്. കുറച്ച് നമ്മൾ അധികം സ്ഥിരം കേൾക്കാത്ത രീതിയിലുള്ള ഒരു ജോണറാണ്. കാരണം ഒരു സൈഫൈ പ്ലസ് ഹൊറർ, ഇത് രണ്ടും കൂടി ഒറിജിനലായിട്ട് റിയലായിട്ട് നടക്കുന്ന കുറേ സാധനങ്ങൾ. അത് സൂപ്പർ നാച്ചുറൽ ഹൊറർ, അതോടൊപ്പം തന്നെ പക്ക പീക്ക് സൈഫൈ, ഇത് രണ്ടിൻ്റെയും കൂടി ഒരു ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ആനിമിയാണ്. ഒരു കിഡിലൻ എക്സിക്യൂഷനാണ്. ഒരു പക്ക 18+ അഡൾട്രേറ്റഡ് ആനിമിയാണെന്ന് പറയും. ഒരുപാട് ഗംഭീര ക്യാരക്ടേഴ്സും കുറേ ആക്ഷൻ സീക്വൻസുകളൊക്കെ തന്നെയുള്ള ഒരു ഫൺ വാച്ചാണ് ഡണ്ടഡൻ. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലുണ്ട്. ഇതിന് മാങ്കയുടെ കുറച്ച് ചാപ്റ്റേഴ്സ് ഞാൻ വായിച്ചപ്പോൾ തന്നെ ഇത് ഇങ്ങനെ ഒരു സീരീസ് ഇറക്കേണ്ടതെന്ന് കണ്ട് ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന് കണ്ടതാണ്. ആൻഡ് ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. ഇതിന് കംപ്ലീറ്റ്ലി റിവ്യൂ ഞാൻ ഇട്ടിട്ടില്ല ഇടാം. സോ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് കണ്ടു നോക്കുക. ഡണ്ടഡൻ നെറ്റ്ഫ്ലിക്സിലുണ്ട് ആനിമി. ദെൻ ടീക്കപ്പ് എന്ന് പറഞ്ഞൊരു സീരീസ് ഇറക്കിയിട്ടുണ്ട്. നമ്മൾ ഫ്രം കുറേ പേര് കണ്ടിട്ടുണ്ടാവും. ദെൻ ലോസ്റ്റ് ഒക്കെ കുറേ പേര് കണ്ടിട്ടുണ്ടാവും. ആ ഒരു ഫ്രമിൻ്റെ ലോസ്റ്റിൻ്റെ ഒക്കെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു വൈബ് തരുന്നൊരു സാധനമാണ്. ഒരു ഹൊറർ ബേസിലുള്ള സാധനമാണ്. ഫ്രം ഒരു പക്ക ഹൊറർ അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ ഹൊറർ ആണെങ്കിൽ ഇതൊരു പക്ക ഹൊറർ സൈഫൈ മോഡലുള്ള സാധനമാണ്. ഒരാൾ ഒരു വില്ലേജ് വന്നിട്ട് അതിന് ചുറ്റും ഒരു ബ്ലൂ ലൈൻ വരയ്ക്കുന്നു, അത് ക്രോസ് ചെയ്യാൻ ആരും പാടില്ല എന്ന് പറഞ്ഞിട്ട്. സോ എന്താണ് ആക്ച്വലി അവിടെ നടക്കുന്ന ഒരു ഫിനോമിന, അതിന് ബേസ് ചെയ്തിട്ടുള്ള സാധനമാണ്. സോ ഈ ജോണർ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടുപോകും. ഞാൻ വീക്കിലാണ് കണ്ടത്, പക്ഷേ ബിഞ്ച് വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. ദെൻ മറ്റൊന്ന് റിപ്ലൈ. ഇത് നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തിറങ്ങിയ ഒരു നെറ്റ്ഫ്ലിക്സ് ഒറിജിനൽ സീരീസാണ്. ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സാധനമാണെന്ന് പറയും. ഇത് ആക്ച്വലി ഒരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്ത് എന്ന രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫിക്ഷണൽ ലൈറ്റാണ്. സോ റിപ്ലൈ എന്ന് പറഞ്ഞൊരു എന്താണ് ആ ഒരു ക്യാരക്ടർ എന്താണെന്നുള്ളതൊക്കെ ഞാൻ പറയുന്നില്ല, കണ്ടു തന്നെ നോക്കി. ഞാൻ ഡീറ്റെയിൽ റിവ്യൂ ഒക്കെ ഓർഡർ ചെയ്തിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. കിടില സാധനമാണ്. റിപ്ലൈ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഇനി അത് പറഞ്ഞിട്ട് കാണാണ്ടിരിക്കരുത്. കാരണം അതിൻ്റേതായ ഒരു ബ്യൂട്ടി ഉണ്ട്. ഒരു സ്പെയിനും ആ ഒരു ഇറ്റലിയും അതിൻ്റെയൊക്കെ തന്നെ ആ ഒരു ബ്യൂട്ടി ഉണ്ടല്ലോ, അത് അങ്ങനെ എടുത്ത് പകർത്തിയിട്ടുള്ളൊരു സാധനം. സോ വിഷ്വലി അടിപൊളിയായിട്ടുള്ള കുറേ നല്ല ക്യാരക്ടേഴ്സുള്ള ഒരു സ്ലോ പേസിൽ പോകുന്ന ഒരു നല്ല ഡ്രാമയാണ് റിപ്ലൈ എന്ന സീരീസ്. അതിനടുത്തത് പ്രസ്യൂംഡ് ഇന്നസെന്റ്. ഇത് നമ്മുടെ ജയ് ഗില്ലിംഗൽ പ്രധാന വേഷത്തിൽ എത്തുന്ന ഒരു സീരീസാണ്. ഒരു മിനി സീരീസ് ആണെന്ന് പറയും. ഒരു 10 എപ്പിസോഡുകൾ മാത്രമേ ഉള്ളൂ. ആപ്പിൾ TV+ആണുള്ളത്. ആൻഡ് രണ്ട് കാരണങ്ങൾ ഞാൻ പറയുള്ളൂ. ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ഞാൻ ചെയ്തിട്ടില്ല, എനിക്ക് ചെയ്യാൻ പോകുന്നുള്ളൂ. സോ ഈ 2 കാരണങ്ങൾ വെച്ച് നിങ്ങൾക്ക് ഇത് കാണാം. ഒന്ന്, ഇതൊരു ആപ്പിൾ TV+ൻ്റെ ഷോ ആണ്. രണ്ടാമത്തെ, ഇതിൽ സ്റ്റാർ ചെയ്തിട്ടുള്ളൂ ജയ് ഗില്ലിംഗലാണ്. രണ്ടും മിനിമം ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണെന്ന് പറയാം. ആപ്പിൾ TV+ൽ വന്ന ഷോസ് എല്ലാം തന്നെ കിഡിലിനാണ്. അതിൽ
ഒരു 100 വന്ന ഒന്നൊക്കെയാണ് മോശമായിട്ട് വരുന്നുള്ളൂ. അതും വലിയ മോശമൊന്നുമില്ല, കമ്പാരിറ്റീവ്ലി മോശം എന്ന് മാത്രം. പക്ഷേ ഈ സാധനം പൊളിയാണ്. ദെൻ ജയ് ഗില്ലിഗൻ, ഈ ചങ്ങായി എടുക്കുന്ന ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, ഇങ്ങനെ കരിയറിൽ ഒന്ന് ചെയ്ത് അടുത്തൊന്ന് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടൊരു സാധനമായിട്ട് ചെയ്യുക. അങ്ങേരുടെ മറ്റൊരു കിടിലനായിട്ടാണ്. സീരീസുകൾ അധികം ചെയ്യാറില്ല, തീർച്ചയായിട്ടും കണ്ടുപോക്കുക, അടിപൊളിയായിട്ടാണ്. ദെൻ മറ്റൊന്ന് എക്സ്മെൻ 97. ഇത് ഡിസ്നി പ്ലസിലൂടെ പുറത്തിറങ്ങിയ, അല്ലെങ്കിൽ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ പുറത്തിറങ്ങിയ ഒരു ആനിമേറ്റഡ് സീരീസാണ്. നമ്മുടെ എക്സ്മെൻ ഫ്രാഞ്ചൈസിൽ, നമ്മുടെ ഒരു മാർവൽ ഫ്രാഞ്ചൈസിൻ്റെ ഭാഗമായിട്ട് പുറത്തിറങ്ങിയതാണ്. പക്ഷേ പണ്ടിറങ്ങിയ എക്സ്മെൻ എന്ന് പറഞ്ഞ ഒരു 90s ഇറങ്ങിയിട്ടുള്ളൊരു ആനിമേഷൻ ഷോ, അതിൻ്റെ സീക്വൽ അല്ലെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂഷൻ എന്ന രീതിയിൽ പുറത്തിറങ്ങിയ ഒരു സാധനമാണ്. പക്ഷേ ഇതിന് മേക്കിംഗ് പൊളിയാണ്. ഐ തിങ്ക് ഇത് നമ്മുടെ ആ ഒരു ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ്റെ പ്രയോറായിട്ട് പുറത്തിറങ്ങിയ സാധനമായിരുന്നു. അപ്പോൾ അതിനായിട്ട് കണക്ഷനൊന്നും അല്ല, പക്ഷേ അതിന് തൊട്ട് മുമ്പ് then ഓൾറെഡി പുറത്തിറങ്ങിയ മറ്റു കുറേ ഷോസ് ഉണ്ട് അതിൻ്റെ ബാക്കിയുള്ള സീസണുകൾ. പ്രത്യേകിച്ച് ഇപ്പോൾ ഫ്രമിൻ്റെ സീസൺ 3, ദെൻ ഹൗസ് ഓഫ് ഡ്രാഗൻ്റെ സീസൺ 2, ബോയ്സിൻ്റെ സീസൺ 4, സ്ക്വിഡ് ഗെയിമിൻ്റെ സീസൺ 2. ഇതെല്ലാം തന്നെ ഒരു മികച്ച അനുഭവമാണ് എനിക്ക് പേഴ്സണലി കിട്ടിയത്. ഹൗസ് ഓഫ് ഡ്രാഗനൊക്കെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ഞാനതിൽ ഓരോ മൈന്യൂട്ട് സെക്കൻഡ് അടക്കം, അതിൽ മൈന്യൂട്ട് ഡീറ്റെയിൽസ് അടക്കം അത്ര രസിച്ചിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ആ സാധനം. അതിന് ബുക്കും വായിച്ചിട്ടുണ്ട്. സോ ആ ഡീറ്റെയിലിംഗ് ഒക്കെ ഇവർ അതേപടി സ്ക്രീനിൽ കൊണ്ടുവരിക എന്നുള്ളത് ഗംഭീരമായിട്ടായിരുന്നു. സോ ചെറിയ ഡീറ്റെയിലിംഗ് അടക്കം കൊടുത്തിട്ടുള്ള ഹൗസ് ഓഫ് ഡ്രാഗൺസിൻ്റെ സീസൺ മുതൽ ഈ ഫ്രമിൻ്റെ 3rd സീസണിൽ കുറച്ചൊക്കെ ഇഷ്യൂസ് ഉണ്ടായിരുന്നെങ്കിലും അവസാനം എൻഡ് നോട്ടിലൊക്കെ ഇതൊക്കെ കംപ്ലൈ ചെയ്തെടുത്തു. ഞാൻ ബോയ്സിൻ്റെ സീസൺ 4, അടുത്ത സീസൺ 5 ഇതിൻ്റെ ഫിനാലെയാണ്. അതൊരു പ്രയോറായിട്ട് പുറത്തിറങ്ങിയ സീസണും ഗംഭീരമായിരുന്നു. ദെൻ ഈ പറയുന്ന സ്ക്വിഡ് ഗെയിമിൻ്റെ സീസൺ 2, അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് പേഴ്സണലി കിട്ടിയത്. സീസൺ 3യോടെ സ്ക്വിഡ് ഗെയിം അവസാനിക്കും. ദെൻ നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തിറങ്ങിയ പാരസൈറ്റ് ദി ഗ്രേ. പാരസൈറ്റ് എന്ന് പറഞ്ഞൊരു ആനിമി ഉണ്ട്. ഐ തിങ്ക് ഇതിൻ്റെ തന്നെ ഒരു സിനിമയുണ്ട്, ലൈവ് ആക്ഷൻ ഉണ്ട്, ആനിമേറ്റഡ് ഷോ ഉണ്ട്. സോ അതിൻ്റെ ഒക്കെ തന്നെ ഒരു ലൈവ് ആക്ഷൻ അല്ലെങ്കിൽ ലൈവ് ആക്ഷൻ സീരീസ് ആയിട്ട് പുറത്തിറങ്ങിയ ഒരു സാധനമാണ് പാരസൈറ്റ് ദി ഗ്രേ. ഇതും നല്ല മേക്കിംഗ് ഉള്ള നല്ല ക്വാളിറ്റി VFX ഉള്ള സാധനം. ഞാൻ ആദ്യം വിചാരിച്ച അലമ്പാക്കുന്നൊക്കെ. ഇപ്പോൾ ഇവരുടെ തന്നെ വേറെ കുറേ സാധനം ഉണ്ടല്ലോ, ഇപ്പോൾ ഹെൽ ബൗണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് അതിനൊക്കെ ചെറിയ VFXൽ കുറേ ഇഷ്യൂസ് ഉണ്ടെങ്കിലും പാരസൈറ്റ് ദി ഗ്രേ അതിൻ്റെ VFX അടിപൊളിയായിരുന്നു. ദെൻ ഈ വർഷം തന്നെയാണ് വൺ പീസിൻ്റെ എഗ് ആർക്ക് നമ്മൾ കണ്ടത്. ഐ തിങ്ക് കഴിഞ്ഞ വർഷം തുടങ്ങിയത് എനിക്ക് ഓർമ്മയില്ല, ഈ വർഷമായിരുന്നു തുടങ്ങിയെന്ന് തോന്നുന്നു. എഗ് ആർക്ക് നല്ലൊരു പീക്കിലാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചെറിയൊരു ബ്രേക്കാണ്. സോ വൺ പീസ് ഒരിക്കലും മിസ്സാക്കാൻ പറ്റില്ല, എല്ലാ വർഷവും ഉണ്ട്. മറ്റൊന്ന് ദി ഡേ ഓഫ് ജക്കൽ എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട്. ഐ തിങ്ക് നമ്മുടെ ഇവിടെ ജിയോ സിനിമയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 10 എപ്പിസോഡുള്ള. ഐ തിങ്ക് ഞാനിത് ആദ്യം ഒരു മിനി സീരീസ് ആണെന്ന് പറഞ്ഞാൽ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിനൊരു സെക്കൻഡ് സീസണും കൂടി വരായിരുന്നു. ഗംഭീര ഐറ്റം, ഒരു സ്പൈ ത്രില്ലർ സാധനമാണ്. പക്കാ സ്പൈ ത്രില്ലർ, ഇതൊരു ഡ്രാമയല്ല, മെല്ലെ പോകുന്ന സാധനമൊന്നുമല്ല. പക്ഷേ ഇതിൻ്റെ ഒരു എക്സിക്യൂഷൻ ഉണ്ടല്ലോ, ഇത് വെറുതെ വേണമെങ്കിൽ കുറേ സ്ലോ മോഷൻ വെച്ച് കുറേ ബിൽഡപ്പ് കൊടുത്ത് ഇപ്പോൾ ഇങ്ങനെ ഒരാളുണ്ട്, ആളെ തള്ളാൻ വേണ്ടി കുറേ പേര്, അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു അസാസിൻ, ആളെ പിന്തുടരുന്ന കുറേ പോലീസ് ഓഫീസേഴ്സും. സോ ഇതാണ് ഇതിൻ്റെ മെയിൻ ഉദ്ദേശം ഈ സീരീസിൻ്റെ തന്നെ. അവർക്കിടയിൽ നടക്കുന്ന പൊളിറ്റിക്സ്, ഈ ഒരു അസാസിന് ആരൊക്കെയാണ് ഈ പ്രശ്നം ഈ കൊടുക്കുന്നത്, കോൺട്രാക്റ്റുകൾ കൊടുക്കുന്നത്, അവരുടെ പൊളിറ്റിക്സ് എന്താണ്, അതിനോടൊപ്പം തന്നെ ഇതെന്താണ്, ഈ എങ്ങനെയാണ് ഇങ്ങനെ എക്സിക്യൂഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ എത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് കാണിക്കുന്നത് പറയും. പ്രത്യേകിച്ച് ബാക്കി എല്ലാം പോട്ടെ, ഇപ്പോൾ ഈ പൊളിറ്റിക്സ് കുറച്ച് ബോറടിക്കുന്ന ചില നേരത്ത് കഴിഞ്ഞാൽ ഈ പോലീസ് ഓഫീസേഴ്സിൻ്റെ അവരുടെ അന്വേഷണം അതൊക്കെ നമ്മൾ കുറേ കണ്ടിട്ട് നമുക്ക് ഏകദേശം ഒരു പിടുത്തം കിട്ടും, ഓക്കെ ഇതാണ് നടക്കാൻ പോകുന്നതൊക്കെ. പക്ഷേ ഈ ചങ്ങായിൻ്റെ, അതായത് ഈ അസാസിൻ ചെയ്യുന്ന കുറേ സാധനങ്ങളൊക്കെ അത് ഗംഭീരമായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ സ്നൈപ്പറാണ് ചങ്ങായി, സ്നൈപ്പ് ചെയ്യുന്ന സാധനമൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ഇത് പോയി സീരീസ് പോയിട്ട് നമുക്ക് തന്നെ മനസ്സിലാവും, ഓക്കെ വിൻഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ ഇപ്പോൾ കൊള്ളും, ഇത്ര സെക്കൻഡ് കഴിഞ്ഞിട്ടായിരിക്കും സൗണ്ട് വരിക എന്നൊക്കെ പറഞ്ഞിട്ട് ആ സാധനമൊക്കെ ഉണ്ടല്ലോ പുള്ളി. ആ രീതിക്ക് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മികച്ച എക്സിക്യൂഷനുള്ള ഒരു കിഡിലൻ സാധനമാണ് ഡേ ഓഫ് ദി ജക്കൽ. ഈ വർഷത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് സീരീസ് ആയിട്ട് എങ്ങനെ പോലും തീർച്ചയായിട്ടും പറയാം. ദെൻ ദി ഡാർക്ക് മാറ്റർ എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട്. ഐ തിങ്ക് ഇത് ആപ്പിൾ TV പ്ലസിൻ്റെ സീരീസ് തന്നെയാണെന്ന് എൻ്റെ ഓർമ്മ. അവിടെ ആമസോൺ പ്രൈമോ അങ്ങനെ ഏത് പറഞ്ഞാൽ ആപ്പിൾ TV പ്ലസ് ആണെന്ന് തോന്നുന്നു. ഇതൊരു സൈഫൈ സീരീസാണ്. ഇത് ടൈം ലൂപ്പല്ല, മൾട്ടിവേഴ്സ് ഇല്ലേ, അതാണ് കോൺസെപ്റ്റ്. ആ മൾട്ടിവേഴ്സ് എന്ന കോൺസെപ്റ്റിനെ വളരെ മികച്ചതായിട്ട് യൂസ് ചെയ്തിട്ടുള്ള സാധനമാണ്. ജസ്റ്റ് ഒരു ബോക്സ് ഉണ്ട്, ഒരു അയൺ കേജ്, അതിനകത്ത് കുറേ പേര് പെട്ടിട്ട് പിന്നീട് എന്ത് നടക്കുന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത് കാണിച്ചത്. ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കണ്ടു വെക്കുക. ഗംഭീരമായിട്ടാണ്. പ്രത്യേകിച്ച് സൈഫൈ സീരീസുകളൊക്കെ ഇഷ്ടമുള്ളവർ, ഈ മൾട്ടിവേഴ്സ് ടൈം ട്രാവൽ മോഡലുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു വെറൈറ്റി ടേക്കാണ്. നമ്മൾ സ്ഥിരം കാണുന്ന സാധനമല്ല, എന്താ ഒരു വ്യത്യാസം നമുക്ക് തോന്നുന്ന രീതിയിലുള്ള നല്ലൊരു സാധനമാണ് ഡാർക്ക് മാറ്റർ. തീർച്ചയായിട്ടും കണ്ടുപോകും. ദെൻ അടുത്തത് ഫോളോ ഔട്ട് എന്ന സീരീസ്. ഇത് നമ്മുടെ ആമസോൺ പ്രൈമിലൂടെ പുറത്തിറങ്ങിയ നമ്മുടെ ഒരു ഗെയിം ബേസ്ഡ് സീരീസാണ്. നമ്മുടെ എക്സ്ബോക്സിൻ്റെ ഗെയിമായിരുന്നു ഈ ഫോളോ ഔട്ട്. അതിൻ്റെ ഒരു ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷൻ തന്നെയാണ്. വളരെ നല്ല രീതിക്ക് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള നല്ലൊരു ഗെയിം ബേസ്ഡ് സീരീസ് തന്നെയാണ് ഫോളോ ഔട്ട്. അതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട് ആമസോൺ പ്രൈം വീഡിയോയിലുണ്ട്. ഈ ഒരു ഗെയിം ബേസ്ഡ് സീരീസുകളൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ കണ്ടുപോകും. ഇതേപോലെ തന്നെ സീക്രട്ട് ലെവലൊക്കെ ഇറങ്ങിയിരുന്നു, പക്ഷെ അതിൻ്റെ ഫസ്റ്റ് ഫേസ് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, സെക്കൻഡ് ഫേസ് ഞാൻ കണ്ടിട്ടില്ല, കണ്ടു നോക്കണം. ഗെയിം ബേസ്ഡ് സാധനങ്ങൾ വല്ലപ്പോഴൊക്കെ വരാറുള്ളൂ. ഇത് പക്ഷേ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള സാധനമാണ്. ദെൻ
ഏറ്റവും അവസാനത്തെ ദി പെൻഗ്വിൻ. അത് ഈ ആദ്യം ഷോഗൺ പറഞ്ഞ പോലെ തന്നെ തുടക്കവും അവസാനവും കിഡിലിനായിട്ട് വെക്കണമല്ലോ, അതുകൊണ്ടാണ് അവസാനത്തേക്ക് ഞാൻ പെൻഗ്വിൻ വെച്ചത്. പെൻഗ്വിൻ ഈ വർഷത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് സീരീസുകളിൽ ഒന്നാണ്. ഇതിന് ഇനി വരാൻ പോകുന്ന ഒരു പക്ഷേ ഗോൾഡൻ ഗ്ലോബിലൊക്കെ ഒരുപാട് പുരസ്കാരങ്ങൾ ഇത് കിട്ടാൻ പോകുന്നൊരു സാധനമാണ്. ഗോൾഡൻ ഗ്ലോബല്ല, എമ്മി, അതിൽ കുറേ കിട്ടാൻ പോകുന്നൊരു സാധനമാണ് ഈ പെൻഗ്വിൻ, ഉറപ്പാണ്. കാരണം എമ്മാരി കിടിയ സാധനമാണെന്ന് അറിയും. ഇതിൻ്റെ മേക്കിംഗ്, അതിൻ്റെ ക്യാരക്ടർ ഡിസൈൻ, കോളിൻ ഫാരലിനൊക്കെ അഭിനയം, ആ ചങ്ങായി ആ മേക്കപ്പ് ഇടാൻ തന്നെ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് അറിയും. അത് ഓരോ സീനിലും ദെൻ അതിൻ്റെ ഒരു സ്റ്റോറി ഇങ്ങനെ പോക്കും. ഇതൊരു ബാറ്റ്മാൻ യൂണിവേഴ്സിലാണ് അല്ലെങ്കിൽ DC യൂണിവേഴ്സിൽ നടക്കുന്ന കഥയാണെന്നുള്ളത് ഇത് തുടങ്ങി ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ മറന്നു പോകും. ദെൻ അവസാനം ഈ സീസൺ കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സാധനമുണ്ട്, ഒരു എൻ ക്രെഡിറ്റ് പോലെ ഒരു ഐറ്റം ഉണ്ട്. ഈ അടുത്ത ബാറ്റ്മാൻ 2 ഒരു പക്ഷേ ഒരു ക്യാരക്ടർ വരുന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാധനമുണ്ട്. അപ്പോഴാണ് ഓക്കെ ഇതായിരുന്നു നമ്മൾ പല സമയത്ത് ഓർത്തു പോവുക. അങ്ങനെ നമ്മൾ വേറൊരു വേൾഡിലേക്ക് എത്തിപ്പിക്കുന്ന ഒരു ഗംഭീര ഐറ്റം തീർച്ചയായിട്ടും മിസ്സാക്കരുത്. കൊളിൻ ഫാരലിൻ്റെ ദി പെൻഗ്വിൻ ജിയോ സിനിമയിൽ അവൈലബിൾ ആണ്. ഈ ഒരു സീരീസ് ഇതിൻ്റെ എല്ലാ എപ്പിസോഡുകളും ഇപ്പോൾ അവൈലബിൾ ആണ്. സോ ഇത്രയും സീരീസിലാണ് എനിക്ക് ഈ വർഷത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് തോന്നി. ഇതല്ലാതെ കുറേ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ഏറ്റവും മികച്ചതെന്ന് തോന്നിയ കുറച്ചെണ്ണമാണ് ഇവ. ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റിൽ തന്നെ ഏതെങ്കിലുമൊക്കെ മിസ്സായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കണ്ടതിൽ മികച്ചതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.